Hi, in the last class we discussed about the MIS meaning and what are the basic concepts of MIS and what are the elements of MIS. And today the features and objectives and what are the functions of MIS that we are going to discuss. Before that, വാട്ട് ഈസ് എം ഐ എസ്? നമുക്ക് എന്തായാലും എം ഐ എസിൻ്റെ ഫീച്ചേഴ്സും മറ്റുള്ള കാര്യങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് എന്താണ് എം ഐ എസ് എന്ന് ഒന്നുകൂടി പറയാം. സോ അക്കോർഡിംഗ് ടു ജെറോം കാണ്ടർ, ഹി ഡിഫൈൻസ് എം ഐ എസ് ആസ് എ സിസ്റ്റം that aids the management in making, carrying out and controlling decisions. മാനേജ്മെൻറ്റിനെ സമയത്തിന് കൃത്യമായ ഡിസിഷൻസ് എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു നല്ല സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്, MIS എന്ന് പറയുന്നത്. സോ നമുക്കിനി ഇതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദി പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് MIS? ഫസ്റ്റ് വൺ ഈസ് മാനേജ് effectively. MIS that is very useful for efficient and effective planning and controlling functions of the management. നമുക്കറിയാം പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ടുള്ള അല്ലെങ്കിൽ ടൈംലി ഇൻഫോർമേഷൻസ് മാനേജ്മെൻറ്റിന് കൊടുക്കുന്നത് MIS ആണ്. അതുകൊണ്ട് കുറച്ചും കൂടി മാനേജ് എഫക്റ്റീവ്ലി. ആൻഡ് സെക്കൻഡ് വൺ, പ്രൊഡ്യൂസ് റിപ്പോർട്ട്സ്. റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഗിവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദ പെർഫോമൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അല്ലെ, ഒരു സ്ഥാപനത്തിലെ പെർഫോമൻസ് എന്താണെന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് റിപ്പോർട്ട്സ്. സോ റിപ്പോർട്ട്സ് ദാറ്റ് കണ്ടെയ്ൻ ദ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. സോ മാനേജ്മെൻറ്റിന് കൃത്യമായ റിപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യാൻ MIS സഹായിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കൺട്രോളിങ് കോസ്റ്റ്. MIS that is very helpful in controlling cost by giving the information about the various wastages, labor turnover and losses. ടൈമിൽ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ വേസ്റ്റേജസ് ഉണ്ട്, എന്തൊക്കെ ലേബർ ടേൺ ഓവേഴ്സ് ഉണ്ട് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും അപ്ഡേറ്റഡ് ആയിട്ട് മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. ദെൻ കൺട്രോളിങ് പെർഫോമൻസ്. കൺട്രോളിങ് കോസ്റ്റ് എന്ന പോലെ തന്നെ പെർഫോമൻസിൽ ഒരുപാട് കൺട്രോളിങ്, അതായത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്ത് എന്തുകൊണ്ടാണ് നമുക്ക് പ്ലാൻ ചെയ്തതുപോലെ പെർഫോമൻസ് ചെയ്യാൻ പറ്റാതെ തുടങ്ങിയ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും നമ്മളെ MIS സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് പ്രൊവൈഡ് സ്റ്റാറ്റിറ്റിക്സ്. സ്റ്റാറ്റിറ്റിക്സ് എന്ന് പറഞ്ഞാലും ജസ്റ്റ് ലൈക്ക് റിപ്പോർട്ട്സ്, പല റിപ്പോർട്ട്സുകൾ ആവശ്യമുണ്ടാവും. പ്രൊഡക്ഷൻ റിപ്പോർട്ട്സ്, സെയിൽസ് റിപ്പോർട്ട്സ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഗ്രാഫിക്കലായിട്ടുള്ളൊരു ഐഡിയ കിട്ടുന്നതാണ് സ്റ്റാറ്റിറ്റിക്സ്. അപ്പോൾ എത്ര സ്പോയിലേജ് വന്നു, എത്ര പ്രോഡക്റ്റിൽ റിജക്ഷൻ വന്നു, എത്ര ഡിഫക്റ്റീവായ പ്രോഡക്റ്റുകളുണ്ടായി, ക്വാളിറ്റി എങ്ങനെയാണ്, പ്രോഡക്റ്റുകളുടെ കോസ്റ്റ് എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റാറ്റിറ്റിക്സ് ലഭിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അത് ഓൾറെഡി നമ്മൾ ഒരുപാട് തവണ പറഞ്ഞാണ്. MIS ദാറ്റ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ദെൻ ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ്. എങ്ങനെയാണെന്ന് വെച്ചാൽ MISലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് സപ്ലൈഡ് ബൈ MIS ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ദി മാനേജേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഫോർ ടേക്കിംഗ് quick and better decision and thereby improving the decision making quality of the management. And next one, improve efficiency and productivity. MIS എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടാസ്കുകൾ വളരെ ഈസി ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോൺ പ്രൊഡക്റ്റീവായ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് റെക്കോർഡുകളും ഫയലുകളും സൂക്ഷിക്കേണ്ടി വരും. അത് കൃത്യമായ രീതിയിൽ സൂക്ഷിക്കാൻ നമ്മൾ MIS സഹായിക്കുന്നത് കൊണ്ട് തന്നെ എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂടുന്നു. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ക്രൂഷ്യൽ ഇൻഫോർമേഷൻ. every organization there are a lot of information that may be public or private. ഒരുപാട് ഇൻഫോർമേഷൻ ഉണ്ടാവും. ചില ഇൻഫോർമേഷൻ എന്ത് ചെയ്യേണ്ടി വരും, കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേഷനെയൊക്കെ വളരെ കൃത്യമായ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ MIS സഹായിക്കുന്നു. And next one is regulatory compliances. Regulatory compliance എന്ന് പറഞ്ഞാൽ there are a lot of rules and regulations in an organization. So MIS that help the management to follow these rules and regulations. ഒരുപാട് റൂൾസുകളുണ്ട്, അതൊക്കെ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, MIS മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് വൺ, that is professionalism in managing business.
ഒരു ഓഫീസിൽ, ഒരു ബിസിനസ് ഓഫീസിൽ നമുക്കറിയാം കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഫയൽസ് ഉണ്ടായിരിക്കും. നമുക്കറിയാം ഒരു MISൻ്റെ സപ്പോർട്ട് ഇല്ലാത്ത സ്ഥാപനത്തിൽ ദാറ്റ് മേ ബി സ്പ്രെഡ് എവരിവെയർ ഇൻ ദ ഓഫീസ്. അതുപോലെ തന്നെ ദാറ്റ് മേ ലീഡ് ടു ക്രിയേറ്റ് എ ബാഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്. ഒരു ഓഫീസിൽ ചെന്ന് ഒരു ഫയൽ അവർക്ക് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ ഒരുപാട് പ്രയാസം ഉണ്ടാകും, കാരണം അത് അവിടെ ഇവിടെയൊക്കെ കിടക്കുമായിരിക്കും. ബട്ട് ഒരു MIS ഉള്ളൊരു സ്ഥാപനത്തിൽ വെരി ഈസി ടു റിട്രീവ് എനി ഇൻഫോർമേഷൻ. സോ അതിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാൻ MIS സഹായിക്കുന്നു. സോ ദീസ് ആർ ദി പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് MIS. ജസ്റ്റ് പോയിന്റുകൾ എന്താണെന്നും അതൊരു ഒറ്റ വരിക്ക് മലയാളത്തിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ഒരുപാട് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടി ആയി പോകും. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫീച്ചേഴ്സ്. What are the features of MIS? Then first feature is that management oriented. MIS that is designed and developed to assist or support the management in decision making process. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിന് ആവശ്യമായ രീതിയിലാണ് ഒരു MIS ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ്. സോ MIS ദാറ്റ് ഇസ് സെർവ് ഓർ സപ്പോർട്ട് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ദാറ്റ് ഇസ് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ആൻഡ് സെക്കൻഡ് വൺ ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ഡയറക്റ്റഡ്. മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് എന്നതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഡയറക്റ്റഡ് ആണ്. മാനേജ്മെൻറ്റിന് വേണ്ടിയാണ് MIS ഉണ്ടാക്കിയത്. അതുപോലെ മാനേജ്മെൻറ്റാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. കാരണം എന്താ, മാനേജ്മെൻറ്റിന് എന്താണോ ആവശ്യം, വാട്ട് ഇസ് ദ നീഡ് ഓഫ് ദി മാനേജ്മെൻറ്റ്, ആ രീതിയിലായിരിക്കണം ഒരു സ്ഥാപനത്തിൽ MIS ഡെവലപ്പ് ചെയ്യേണ്ടത്. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ MIS ആവണമെന്നില്ല ഒരു ഹോസ്പിറ്റലിൻ്റെ MIS. അവിടേക്ക് പലയിടത്തും പല ഡാറ്റയാണ് ആവശ്യം, പല രീതിയിലുള്ള ഇൻഫോർമേഷനാണ് അവർക്ക് അവൈലബിൾ ആവേണ്ടത്. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അനുസരിച്ച് മാനേജ്മെൻറ്റിനനുസരിച്ച് MIS ആവണം. അതുകൊണ്ട് തന്നെ അത് മാനേജ്മെൻറ്റിന് എങ്ങനെയാണോ ആവശ്യം ആ രീതിയിലാണ് ഒരു MIS ഡെവലപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ദ മാനേജ്മെൻറ്റ് ദേ ഷുഡ് പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ എവറി ഫേസ് ഓഫ് ദ സിസ്റ്റം ഡെവലപ്മെൻറ്റ്, ദാറ്റ് ഈസ് MIS ഡെവലപ്മെൻറ്റ്. ആൻഡ് തേർഡ് വൺ ദാറ്റ് ഈസ് integrated concept. That is also we discussed that MIS that is an integrated concept, that means a system that contain number of subsystems. And next one, common database. ഒരു കോമൺ ആയിട്ടുള്ള ഒരു വലിയൊരു ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് എ സൂപ്പർ ഫയൽ ഓർ മാസ്റ്റർ ഫയൽ. ഒരു ബൾക്ക് ഡാറ്റ ചേർന്നൊരു ഫയലിനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ആ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു MIS ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. സോ ഒരു കോമൺ ഡാറ്റാബേസ് ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് avoid redundancy in data storage. Redundancy that means duplication of data. ഒരു മാനുവലായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എഴുതിയ ഡാറ്റ തന്നെ വീണ്ടും വീണ്ടും എഴുതാൻ സാധ്യതയുണ്ട്. നമുക്ക് കണ്ടെത്താൻ പ്രയാസമാണ് അവിടെ ഡ്യൂപ്ലിക്കേഷൻ വന്നു എന്ന്. പക്ഷേ ഒരു MIS ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു MIS ആകുമ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി ടു എലിമിനേറ്റ് ഓർ അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓർ ദി റിഡൻഡൻസി ഓഫ് ഡാറ്റ. അല്ലെ, വീണ്ടും വീണ്ടും റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് അനദർ feature of MIS. And next one is heavy planning. MIS that can be implemented only with a heavy planning, or it need a long time for its implementation. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, the system cannot be introduced in an organization on a fine morning. അല്ലെ, ഒരു ദിവസം രാവിലെ ചെന്ന് നമുക്കൊരു MIS ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു സ്ഥാപനത്തിൽ പറ്റില്ല. It need a lot of time for planning, implementation, and it needs software, processing, data, everything is needed. So അതുകൊണ്ട് തന്നെ ഹെവി പ്ലാനിങ് ആവശ്യമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സബ് സിസ്റ്റം കോൺസെപ്റ്റ്. ഒരു മെയിൻ സിസ്റ്റം, അതിന് ഒരുപാട് സബ് സിസ്റ്റം ചേർന്നതാണ് നമ്മുടെ MIS. Then common data flow. Common data flow means integration of this subsystem that will lead to a common data flow and help to avoid the duplication and redundancy in data collection. For example, ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റിന് ഓർഡർ കൊടുത്തു. അപ്പോൾ ആ കസ്റ്റമറെ കുറിച്ചുള്ള ഡാറ്റ അവിടെ സേവ് ചെയ്യുന്നു. പിന്നീട് ആ വ്യക്തിക്ക് അത് സെയിൽ ചെയ്യുന്ന സമയത്ത്, ബില്ലിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ വീണ്ടും വീണ്ടും അയാളുടെ ഡാറ്റ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പോയാൽ മതി. വീണ്ടും വീണ്ടും ആ വ്യക്തിയുടെ പേര് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലൂടെ ഒരൊറ്റ പ്രോസസ്സിങ്ങിലൂടെ ആ ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് ട്രാൻസാക്ഷനും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതിനെയാണ് കോമൺ ഡാറ്റ ഫ്ലോ. ഇതൊരു MISലൂടെ മാത്രമാണ് സാധിക്കുന്നത്. നമ്മളെ മാനുവൽ സിസ്റ്റത്തിൽ ഇത് ഒരുപാട് പ്രയാസമാണ്. അപ്പോൾ ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ആകുമ്പോൾ ഇത് വളരെയധികം ഒരു കോമൺ ആയിട്ടുള്ള ഒരൊറ്റ
ഒരൊറ്റ പ്രോസസ്സിലൂടെ ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കമ്പ്യൂട്ടറൈസ്ഡ്. സോ വി നോ ദാറ്റ് MIS ക്യാൻ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. MIS നമുക്ക് കമ്പ്യൂട്ടർ ഇല്ലാതെയും ചെയ്യാം. പക്ഷേ ഇന്നത്തെ കാലത്ത് MIS ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ, അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂടണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വളരെയധികം അത്യാവശ്യമാണ്. ദെൻ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഈസ് ഓഫ് യൂസ്. ഓരോ സ്ഥാപനത്തിനും ആവശ്യമായുള്ള രീതിയിൽ മോഡിഫിക്കേഷൻസ് വരുത്താനും ഓരോ ബിസിനസ് എൻവയോൺമെൻറ്റിനനുസരിച്ച് വേണ്ട ഫ്ലെക്സിബിലിറ്റിയുമുള്ള ഒന്നാണ് MIS. ദെൻ നെക്സ്റ്റ് വൺ ഇൻഫോർമേഷൻ ആസ് എ റിസോഴ്സ്. നമുക്കറിയാം ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വാല്യൂബിൾ അസറ്റ് ഓർ വാല്യൂബിൾ റിസോഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഇൻഫോർമേഷൻ. അതുകൊണ്ട് തന്നെ ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മാനേജ്മെൻറ്റിന് ആവശ്യമായ രീതിയിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതും അതിന് വേണ്ട ഡിസിഷൻസ് എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ MIS ആണ്. സോ അവിടെ വലിയൊരു റോള് നമ്മളെ MISനുണ്ട്. സോ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് MIS. Then and last topic today's session, that is functions of MIS. What are the main functions of MIS? We already said about the features and what are the subsystems, everything. Then what are the functions? So ഒരു ഫംഗ്ഷൻ ആലോചിക്കുമ്പോൾ ആദ്യം ഒരു എക്സാമ്പിൾ മാത്രം ആലോചിച്ച് ഞാൻ ആ എക്സാമ്പിളിലൂടെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഫങ്ഷൻസ് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഒരു സ്ഥാപനത്തിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു വർഷത്തെ അഡ്മിഷൻ നടക്കുന്നു. അപ്പോൾ ആ അഡ്മിഷൻ നടക്കുമ്പോൾ ആ സ്റ്റുഡൻസിൻ്റെ ഡാറ്റ ആദ്യം അവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ആദ്യം കളക്ട് ചെയ്യുന്നു, ആ ഡാറ്റ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പെട്ടെന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ വന്നിട്ട് പറഞ്ഞു, എന്ത് BCom കുട്ടികളുടെ ലിസ്റ്റ് ഒന്ന് വേണമെന്ന് പറയുന്നു. സോ അവർക്ക് ആവശ്യമായുള്ള ഇൻഫോർമേഷൻ അതിൽ നിന്നും, അതിലിപ്പോൾ എല്ലാ സബ്ജക്റ്റിലെ കുട്ടികളെ ആഡ് ചെയ്തിട്ടുണ്ടാകും, അതിൽ BComമാരുടെ മാത്രം ലിസ്റ്റ് എടുത്ത് ആ ടീച്ചർക്ക് കൊടുക്കുന്നു. സോ അവിടെ ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നു. ആ പ്രോസസ്സ് ചെയ്തതിന് ശേഷം അത് അവർക്ക് കൊടുക്കുന്നു. അവർക്ക് വേണ്ട ആവശ്യമുള്ളവർക്ക് വേണ്ട ലിസ്റ്റ് കൊടുക്കുന്നു. ഇംഗ്ലീഷുകാർക്കാണെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് വേണ്ട ലിസ്റ്റ് കൊടുക്കുന്നു. സോ വേണ്ട ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ദീസ് ആർ ദി 4 functions of MIS. First one is data capture and collection. So first one, any organization they collect information from internal and external sources. ബിസിനസ്സിന് ആവശ്യമുള്ള എല്ലാ ഡാറ്റയും സെയിൽസ് മാനേജർ, പർച്ചേസ് മാനേജർ, അതുപോലെ റീറ്റെയിലേഴ്സ്, ഹോൾസെയിലേഴ്സ് എല്ലായിടത്തുനിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നു. ദെൻ അതെന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നെക്സ്റ്റ് വൺ, അത് സ്റ്റോർ ചെയ്യുന്നു. ഈ ദ ഡാറ്റ സോ കളക്റ്റഡ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാ ബേസ്. നമ്മൾ പറഞ്ഞാൽ ആ വലിയ സ്റ്റോറേജ് സ്പേസ് ആ ഡാറ്റാ ബേസിൽ ആവശ്യമുള്ള സമയത്ത് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഇൻഫോർമേഷൻ പ്രോസസ്സിങ്. അത് ജസ്റ്റ് ഡാറ്റ മാത്രമാണ്, ഓരോരുത്തർക്കും ആവശ്യമായ രീതിയിൽ അത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുക. ഡാറ്റ പ്രോസസ്സിങ് മീൻസ് ദാറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ ആൻഡ് മീനിങ് ഫുൾ ഫോം. ഒരാളുടെ ആവശ്യമാവില്ല, വേറൊരാളുടെ ആവശ്യം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഏതാണോ ഒരു പേഴ്സൻ്റെ റിക്വയർമെൻറ്റ് എന്താണ് അതിനനുസരിച്ച് അത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ, പ്രോസസ്സ് ചെയ്ത ഇൻഫോർമേഷൻ ഡിസ്ട്രിബ്യൂട്ടിങ് ദാറ്റ് ഇൻഫോർമേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിസെമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ. ദാറ്റ് മീൻസ് ആ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് ആവശ്യമായി ആ കമ്പനിയിലെ ഓർഗനൈസേഷനിലെ ഓരോരുത്തർക്കും ആവശ്യമായി, സെയിൽസ് മാനേജർക്ക് ആവശ്യമായ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുന്നു, പർച്ചേസ് മാനേജർക്ക് ആവശ്യമായ ഇൻഫർമേഷൻ അവർക്ക് വേണ്ട ഡിസിഷൻസ് എടുക്കാൻ കൊടുക്കുന്നു, ഫിനാൻസ് മാനേജർ, അങ്ങനെ ഓരോ സെഷനിലുള്ളവർക്ക് ആവശ്യമായ ഇൻഫോർമേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ഫസ്റ്റ് ഡാറ്റ കളക്ട് ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു, ദെൻ അത് മീനിങ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആവശ്യമുള്ളവർക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ദീസ് ആർ ദി functions of MIS. So today's session is over. Thank you.